നമസ്കാരം. ജ്യോതിഷപരമായി നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം, ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന നവപഞ്ചമ രാജയോഗം ഫലത്തിൽ വന്നിരിക്കുന്ന സമയങ്ങളാണ്. ഇത് നിങ്ങൾക്ക് വിജയം, സന്തോഷം, ഐശ്വര്യം എന്നിവയെ പ്രദാനം ചെയ്യും. കൂടാതെ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിലും അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും. പലപ്പോഴും കുംഭം രാശിയിൽ രാഹുവും തുലാം രാശിയിൽ ശുക്രനും ഒരുമിക്കും. നവംബർ 25 ചൊവ്വാഴ്ചയാണ് ശുക്രൻ തുലാം രാശിയിൽ ഉണ്ടാവുക. ഇതുവരെ നിങ്ങളിൽ നവപഞ്ചമ രാജയോഗ ഫലങ്ങൾ ഉണ്ടാകും. ഈ യോഗത്തിൻ്റെ സ്വാധീനം മൂലം 12 രാശിക്കാരിൽ ചില രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യ നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചിരിക്കുന്നതെന്നറിയാം. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ സംയോജനം സൃഷ്ടിക്കുന്ന നവപഞ്ചമ രാജയോഗം അപ്രതീക്ഷിത നേട്ടങ്ങളാണ് കൊണ്ടുവരിക. മാത്രമല്ല, സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾക്കുള്ള യോഗം നിങ്ങളിൽ കാണുന്നുണ്ട്. സാമ്പത്തികമായി മികച്ച സമയമാണ്. നിങ്ങൾക്ക് സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും. ദാമ്പത്യപരമായും സന്തോഷവും സമാധാനവും നിങ്ങളിൽ വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പരിഹാരം കാണുവാൻ സാധിക്കും. ബന്ധുക്കൾക്ക് നിങ്ങളിൽ നിന്ന് സഹായം വന്നു ചേരും. ഇപ്രകാരം നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലങ്ങളിലെ ഗുണാനുഭവങ്ങൾ നിങ്ങളിൽ അനുഭവയോഗ്യമായിരിക്കും. ധനുരാശി. ധനുരാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഈ സമയം സംഭവിക്കുക. ശുക്രൻ്റെ സഞ്ചാരം വളരെയധികം മികച്ച മാറ്റങ്ങളിലേക്കാണ് നിങ്ങളെ എത്തിക്കുക. നിങ്ങളുടെ ഭാഗ്യഫലം വർദ്ധിക്കുന്നതായിരിക്കും. ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും പലപ്പോഴും നിങ്ങൾക്ക് അതനുസരിച്ച് വരുമാനവും വർദ്ധിക്കുന്നതായിരിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇതിന് ഏറ്റവും മികച്ച സമയമാണ്. ഈ സമയം ധാരാളം അവസരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും. പല കോണിൽ നിന്നും പണം തേടിയെത്തും. ഇതിൻ്റെ ഫലമായി സാമ്പത്തിക സ്ഥിതി മികച്ചു തന്നെ നിൽക്കും. പുതിയ ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുവാൻ ഏറ്റവും അനുകൂല സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണുവാനും നിങ്ങൾക്ക് സാധിക്കും. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് രാഹുവിൻ്റെയും ശുക്രൻ്റെയും സംയോഗം പല വിധത്തിലെ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുക. അനുഗ്രഹാശിസുകൾ വർദ്ധിപ്പിക്കുവാൻ ഇത് കാരണമാകും. മാത്രമല്ല, ജോലിയിൽ ബോണസും പ്രൊമോഷനും ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ്. വിദേശയാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായിരിക്കും. സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. സന്തോഷകരമായ പല മാറ്റങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.